കൊച്ചിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി വെടിക്കെട്ട് നടത്തിയ എറണാകുളം മരട് ദേവി ക്ഷേത്രം വടക്കേ ചേരുവാരം ഭാരവാഹികൾക്കെതിരെ കേസെടുത്ത് പോലീസ്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. നിയമാനുസൃതം അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ വെടിക്കെട്ടിൽ ഉൾപ്പെടുത്തിയതിനാണ് കേസ്. ദൃശ്യങ്ങളിലേക്ക്. സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സഹിൻ, വൻ വെടിക്കെട്ടാണ് നടന്നിരിക്കുന്നത്. ഇത് എന്നാണ് നടന്നത്? ഇപ്പോൾ ഏതൊക്കെ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ, എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ലക്ഷ്മി, അതായത് ഇന്നലെ വൈകുന്നേരമായിരുന്നു മരട് ദേവി ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുണ്ടായത്. മരട് വെടിക്കെട്ട് വളരെ പ്രസിദ്ധമായ ഒരു വെടിക്കെട്ട് കൂടിയാണ്. എന്നാൽ ഹൈക്കോടതി ഈ ഉത്തരവിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് നടത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് നിയമാനുസൃതമല്ലാതെ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ ഈ വെടിക്കെട്ടിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും വടക്കേ ചേരുവാരം ഭാരവാഹികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 20ഓളം പേരെ ഇതിൽ കേസിൽ പ്രതിയേർത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. മാത്രമല്ല, വടക്കേ ചേരുവാരത്തിൻ്റെ വെടിക്കെട്ടായിരുന്നു ഇന്നലെ മരട് ദേവീക്ഷേത്രത്തിൽ നടന്നത്. ആ വെടിക്കെട്ടിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മരട് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസെടുത്തത്. ഇന്നലെ വെടിക്കെട്ടിന് മുൻപ് തന്നെ പോലീസ് കൃത്യമായ നിർദ്ദേശം ഭാരവാഹികൾക്ക് നൽകിയിരുന്നു. എന്നാൽ ആ ഭാരവാഹികൾ ആ നിർദ്ദേശം മറികടന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.